ശിവായ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഹൗം നമ ശിവായ ഓം ശ്രീ ശിവമഹാപുരാണം ഭാഗം 83 ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. അന്ധകാസുരൻ എന്ന ഒരു അനവധി പ്രത്യേകതകളുള്ളതായുള്ള ഒരു അസുരൻ. ആ അസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ചെയ്യുന്നതായിട്ടുള്ള ലീലകൾ. അതിൻ്റെ ഇടയ്ക്ക് ഹിരണ്യകശിപുവിനെ വധിക്കുന്നതായിട്ട് രംഗവും പറയണം. അതേപോലെ ഈ രക്തബീജനെ പോലെയാണ് അന്ധകാസുരൻ്റെ രക്തത്തിൽ നിന്നും അന്ധകാസുരന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ മഹാവിഷ്ണു തന്നെ ഒരു കാളീ രൂപം സ്വീകരിച്ചുകൊണ്ട് ആ അന്ധകാസുരനിൽ നിന്നും പുറത്തേക്ക് വന്നതായിട്ട് രക്തവും മാംസമൊക്കെ ആഹരിക്കുന്നതായിട്ട് രൂപം. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ശ്രീ ശിവപാർവതിമാരേ ശരണം. നാരായണ 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 ഹര നമ പാർവതീപദേ ഹര ഹര മഹാദേവ. ഓം ചൊല്ലി സനകൻ കഥാവ്യാസനോടിത് അന്ധകാസുരൻ ശംഭുഭൃത്യനായി തീർന്നതും ഭൂതഗണത്തിനു നാഥനായി തീർന്നതും സാത്വികനായി ശിവപ്രീതനായി ഖലൻ. ഇപ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സനകാദി മഹർഷിമാർ വ്യാസനോട് ശിവഭക്തന്മാരുടെ കഥ പറയാണ്. അസുരന്മാരും ഇതേപോലെ ഭക്തന്മാരായിട്ടുണ്ട്. അന്ധകാസുരൻ മഹാദേവനാൽ വധിക്കപ്പെട്ട് മുക്തി നേടുകയല്ല ഉണ്ടായത്. അവിടെ ഒരു ചെറിയ പ്രത്യേകത, അന്ധകാസുരൻ പിന്നീട് ശിവഭൂതഗണമായിട്ട് മാറുകയാണ് ഉണ്ടായത്, ഭക്തിയോട് കൂടിയിട്ട്. അനവധി അന്ധകാസുരന്മാരുണ്ടായിട്ടുണ്ട്, എങ്കിലും അത് ഒക്കെ പിൻവലിഞ്ഞു. അന്ധകാസുരൻ മാത്രമായി. ഈ വരബലം പിന്നെ നഷ്ടമായി. പിന്നെ മഹാദേവൻ്റെ പാർഷദനായിക്കൊണ്ട് ഭക്തനായി മാറി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ആ കഥ പറയണേ എന്ന് പറയാണ് വ്യാസൻ. അപ്പോൾ സനകാദികൾ ആ കഥ പറയാണ്. പോരടിച്ചു പുര അന്ധകൻ രുദ്രനെ ദർശനം കൊണ്ടവൻ നല്ലവനായി തഥാ കാരുണ്യവും ഭക്തവാത്സല്യവും സദാ കണ്ടറിഞ്ഞു ശിവ തോഴനായി ദൈത്യനും. മഹാദേവന്റെ ദർശനം കിട്ടിയത് യുദ്ധരംഗത്താണ് എങ്കിലും ആ സമയത്താണ് മനംമാറ്റം സംഭവിച്ച് ശിവഭക്തനായിട്ട് മാറിയത്. വ്യാസനോദി മുനെ ആരാണി അന്ധകൻ അച്ഛനാർ അമ്മയാർ മേന്മയും ചൊല്ലണേ വീരശൗര്യബലം നേടിയതെങ്ങനെ രുദ്രഗണാധ്യക്ഷനായതും വിസ്മയം. അതിൻ്റെ നേതാവായിട്ട് മാറി. ഏതാണ് ചൊല്ലി സനകൻ ശിവന് തോന്നി മുത ക്രീഡിക്കുവാൻ. അപ്പോൾ പാർവതി ദേവിയും ഭൂതഗണങ്ങളും കാശിയെത്തി തഥാ കൊട്ടാരമൊന്നിൽ വസിച്ചു ധൃതവ്രതൻ. ഇപ്പോൾ ഭൈരവ സങ്കല്പത്തിൽ അല്ലെങ്കിൽ മഹാദേവൻ പാർവതിയോടൊത്ത് ഇങ്ങനെ ക്രീഡിക്കുന്ന സമയത്ത് പാർവതി ശിവന്റെ കണ്ണ് പൊത്തി. അപ്പം ഉണ്ടായിട്ടുള്ള പുത്രനാണ് ഈ അന്ധകൻ. കാവലായി ഭൈരവൻ എത്തി തൊഴാൻ ജനം നൽകി വരങ്ങൾ സ്വഭക്തർക്കു ശങ്കരൻ. പിന്നെ ഒരു ദിനം രുദ്രനും ദേവിയും മന്ദരപർവ്വതം തന്നിലെത്തി മുനെ. പാർവതീ ദേവി ഒരു ദിനം ശംഭുവിൻ കണ്ണുപൊത്തി തമാശയ്ക്കായി വിധിബലാൽ. കൂരിരുട്ടായപ്പോൾ അജ്ഞരായി ലോകരും ദേവി ദേഹതാപം പ്രാപിച്ചു രുദ്രനെ. ദേവി ഈ ശിവന്റെ ദേഹത്തിൽ നിന്നുള്ള ആ വീര്യത്തെ, ആ താപത്തെ സ്വീകരിച്ചു. അപ്പം അതൊരു പുണ്യായിട്ട് മാറി. നെറ്റിയിലുണ്ടായി മതജലം മഞ്ഞുവിൻ നിന്നും പതിച്ചതു ഗർഭമായി ജീവിയായി. ഭീകരൻ അന്ധൻ വിരൂപി ജടാധരൻ കോപി കറുമ്പൻ അതിഘോര ശബ്ദവാൻ. അപ്പം അങ്ങനെയാണ്, മഹാഭീകരനായകൊണ്ടാണ്, കറുത്ത നിറത്തില് അതിഭീകര ശബ്ദവും അങ്ങനെയുള്ള വല്ലാത്തൊരു അസുരഭാവമാണ്. സോദരനെ കൊന്ന കാരണമായി പക കൊണ്ടു കൊടുത്ത അജ്ഞസത്വനാശത്തിനായി. ശ്രീഗ്രപ്പ കീഴ്ത്താടി നക്കി നടനം ചെയ്തു ഖലൻ. അപ്പോൾ ശിവൻ ചിരിച്ചോതി സതിയൊടായി. കണ്ണുപൊത്തി നിനക്കുണ്ടായ പുത്രനെ എന്തിനു പേടിക്കുന്നെന്നു കേട്ടു സതി. ഈ അതിഭീകര രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് പോലും ഈ ഉണ്ണിയെ മകനാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടപ്പോൾ പേടി ചെയ്യുന്ന. പുഞ്ചിരിച്ചു ചൊല്ലി ആരാണീ അന്ധകൻ എന്തിനോ സൃഷ്ടിച്ചു ആർക്കു പുത്രൻ ഇവൻ.
ഉത്തരമോദി ശിവൻ ചിരിച്ചിങ്ങനെ മാതാവിൻ ലീലയാൽ ഉണ്ടായി മത്സുതൻ. പാർവതി കണ്ണുപൊത്തിക്കൊണ്ടാണ് ഉണ്ടായതെന്നാണ് പറഞ്ഞതേ. അമ്മയുടെ ലീല ഇപ്രകാരത്തിലാണ്. അപ്പം മഹാദേവൻ അതിനെ സരസമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ വിയർപ്പിൽ നിന്നുണ്ടായി അന്തകൻ, കാഴ്ച പോയി കണ്ണ് നീ പൊത്തി പിടിക്കയാൽ, തോഴികളൊത്തു നീ രക്ഷിക്കണം ശിശു, മാതാവിൻ കാരുണ്യം നേടി വളരണം. നിയമം പറഞ്ഞു, എൻ്റെ വിയർപ്പിൽ നിന്നാണ് ഉണ്ടായത്, നീ കണ്ണ് പൊത്തിയതുകൊണ്ടാണ് കണ്ണില്ലാണ്ടേ. ഇനി അമ്മയുടെ സംരക്ഷണത്തിൽ വേണം വളരാനായിട്ട്. ചൊല്ലി സനകൻ ശ്രീ വ്യാസൻ ശ്രവിക്കുവാൻ, അപ്പോൾ ഹിരണ്യാക്ഷനെത്തി പുത്രാർത്ഥിയായി, പത്നി തൻ സോദരിമാർ കൊണ്ടു സന്തതി, അങ്ങും സുതനെ തരയണം തപസ്വിയായി. എന്നു കേട്ടെത്തി ദിതിസുതൻ രുദ്രനെ, കൃച്ഛ്ര തപം ചെയ്തു പുത്രരെ നേടുവാൻ, കൊമ്പു മുറിച്ച മരം പോലെ നിശ്ചലൻ ചെയ്ത തപസ്സിനാൽ തൃപ്തനായി ശങ്കരൻ. പ്രത്യക്ഷനായി വരം നൽകാൻ ശ്രീ ശിവൻ, ചോദിച്ചു എന്തോ വരം വേണം തന്നിടാം. വന്ദിച്ചു ദൈത്യൻ സ്തുതിച്ചോതി ഭക്തനായി, സന്തതി വേണം എൻ വീര്യത്തിനൊത്തവൻ. ഹിരണ്യാക്ഷൻ പറഞ്ഞു, എനിക്ക് മകൻ വേണം, എൻ്റെ വീര്യത്തിനൊത്ത്. അതാണ്, ഭഗവാന്റെ വീര്യത്തിനൊത്തല്ല. അപ്പോൾ ശിവനോദി നിന്നിൽ നിന്നില്ലിനി പുത്രൻ, അതിനാൽ ഞാൻ എന്നുടെ പുത്രനെ തന്നിടാം. സുതൻ കേമനായി തീർന്നിടും, അന്ധകൻ ദൈത്യസുതൻ മഹാവീര്യവാൻ. അപ്പോൾ നിനക്ക് ഇനി പുത്രൻ ഉണ്ടാവാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. അപ്പം അതുകൊണ്ട് എനിക്കൊരു പുത്രൻ ഉണ്ടാവും, അതിനെ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞു. എന്നോതി രുദ്രൻ സുതനെ നൽകി തഥാ, തുഷ്ടൻ ഹിരണ്യാക്ഷൻ വാഴ്ത്തി മഹേശനെ, രുദ്രനെ പൂജിച്ചു ചെയ്തു പ്രദക്ഷിണം ചെയ്തു നമസ്കാരം. പോയി മറഞ്ഞു ശിവൻ, എത്തി രസാതലം തന്നിൽ ഹിരണ്യനും, മൂലോകജേതാവായി ഭൂമിയെ കൊണ്ടുപോയി. ഭൂമി കാണാതെ മനോഋഷി ദേവകൾ നാരായണനെ സ്തുതിച്ചോതി രക്ഷയെ. അപ്പോൾ ഭഗവാൻ വരാഹമായി ഭൂമിയെ കൊണ്ടുപോന്നു ദൈത്യ നിഗ്രഹം ചെയ്തുടൻ. യുദ്ധത്തിനായി ഹിരണ്യാക്ഷനെത്തി തഥാ, പോരാടി വിഷ്ണുവും ദൈത്യനോടായി മുത. അത്ഭുത വീരത്തെ കാട്ടി ഹിരണ്യനെ കൊന്നു സ്ഥാപിച്ചു ധരയെ യഥാവിധി. ദൈത്യർത്തൻ രാജനായ അന്ധകൻ ഇന്ദ്രനാൽ, രുദ്രസുതൻ ദേവബന്ധുവെന്നോർത്തുടൻ ശ്രീഹരിയെ വിധി തൊട്ടുള്ള സർവരും നന്നായി സ്തുതിച്ചു. ഹരി പോയി തുഷ്ടനായി. ഭൂവിൽ മനു നാഗം ഇന്ദ്രനും പാലകർ, വിഷ്ണു ആജ്ഞയാൽ സൗഖ്യമേകി പ്രകൃതിയിൽ. രുദ്രൻ മഹാദേവൻ ലീലയാ ഇങ്ങനെ, ദേവമർത്യസുര രക്ഷ ചെയ്തു സദാ. അപ്പോൾ അവിടെ ഹിരണ്യാക്ഷൻ്റെ മകനാണ്, പക്ഷേ രുദ്രാംശമായതുകൊണ്ട് ദേവന്മാരെ ദ്രോഹിക്കലധികം ഉണ്ടായില്ല എന്നാണ്. ഇനി അതിനൊരു മാറ്റവും വരും, അതാണ്. വ്യാസനോടോതി സനകൻ ദിതിസുതൻ, കശ്യപപുത്രൻ ഹിരണ്യകശിപുതൻ, ക്രോധവും വിഷ്ണു വിരോധവും ഭീകരൻ, ബ്രഹ്മാവിനാൽ വരം നേടിയതൊക്കെയും സോദരനെ കൊന്ന കാരണമായി പക കൊണ്ടു കൊടുത്താജ്ഞ സത്വനാശത്തിനായി. ദേവഋഷി മരം വീഥി ജലാശയം ഒക്കെ നശിപ്പിച്ചു ആസുരർ ക്രോധികൾ. ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ഏട്ടനായിട്ടുള്ള ഹിരണ്യകശിപു ഈ ദുഃഖം സഹിക്കാൻ വയ്യാതെ കണ്ട് തപസ് ചെയ്തു, വലിയ ബലവാനായി. എന്നിട്ട് സാത്വികമായിട്ടുള്ള സകലതും നശിപ്പിക്കുക എന്നാണ്. ശുദ്ധജലം നശിപ്പിക്കുക, കാട് നശിപ്പിക്കുക, ഭൂമിയെ തന്നെ വികൃതമാക്കി തീർക്കുക, ഋഷിമാർ അങ്ങനെയുള്ള ഭക്തന്മാരെ മുഴുവൻ ഇല്ലാണ്ടാക്കുക. ഇങ്ങനെ ഒക്കെ ദേവദ്രോഹം അല്ലെങ്കിൽ സാത്വിക ഭാവത്തെ നശിപ്പിക്കുക, ഇങ്ങനെ ഒരു ഭാവത്തിലെത്തി. അത് തൻ്റെ അനുയായികളും ഒരുമിച്ച് ഈ കാര്യം ചെയ്തു വന്നു. സ്വർഗം ഭരിച്ചു ഹിരണ്യകശിപുവും ദേവകളോടി ഒളിച്ചു പ്രച്ഛന്നരായി. സ്വന്തം മരണം തടുക്കാൻ വിരിഞ്ചനെ ചെയ്തു തപം അതിഘോരം സുനിശ്ചിതൻ. ഏകനായി മൂലോക സൗഖ്യം ഭുജിക്കണം, ശത്രുത തീർന്നൊറ്റയാനായി ഭരിക്കുവാൻ. ഒറ്റക്കാലിൽ ദൃഷ്ടി മേൽപോട്ടായി അഞ്ജലി കൂപ്പി തപിപ്പിച്ചു പാര് സുനിശ്ചിതൻ. ചുട്ടുപൊള്ളീസുരർ വായു കിട്ടാതെയും കണ്ടു വിരിഞ്ചനെ ചൊല്ലി ദുഃഖം വ്യഥ. ദേവദുഃഖം തീർക്കാൻ നിശ്ചയിച്ചു വിധി, പ്രത്യക്ഷനായി ദൈത്യ മുന്നിൽ വരദനായി. ഇവിടെ അസുരൻ്റെ ഹിരണ്യകശിപുവിൻ്റെ ആ തപസ്സിൻ്റെ തീക്ഷ്ണത അത് ലോകം മുഴുവൻ ചുട്ടുപൊള്ളുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മണേ നമാന്ന തപസ്, അപ്പോൾ വരം കൊടുത്തിട്ടേ മടങ്ങാവൂ, ഇനി തപസ് ചെയ്യിക്കരുത്, ഞങ്ങൾക്ക് ഈ ചൂട് താങ്ങാൻ വയ്യ.
എന്താച്ചാ കൊടുത്തോളൂ. തപസ് മുടക്കണം, ഇതാണ്. അപ്പോൾ തപസ് മുടക്കാൻ വരുന്നത് കൂട്ടിയാൽ പറ്റില്ല. അതുകൊണ്ട് വരം കൊടുത്താൽ പിന്നെ തപസ് ചെയ്യില്ലല്ലോ. അത് അസുരന്മാർ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വേഗം ബ്രഹ്മാവ് ചെന്ന് പ്രത്യക്ഷപ്പെട്ടു, മറ്റേ വരം കൊടുക്കുകയും ചെയ്തു. മരണം വരാനുള്ള വഴി മുഴുവൻ അടച്ചു. എന്നാലും വിഷ്ണു നരസിംഹമായിട്ട് ഈ ഹിരണ്യകശിപുവിനെ കൊല്ലുകയും ചെയ്തു. ഭാഗവതത്തിൽ വിസ്തരിച്ചുള്ള കഥയാണ്. പുറ്റിൽ പൊതിഞ്ഞ് അസ്ഥിമാത്രനായി നിൽക്കുന്ന ദൈത്യന്റെ മേൽ ജലം തൂകി ശതധൃതി സ്വർണമയനായി ദൃഢഗാത്രനായി മിഴി കൊണ്ടു കണ്ടു വാഴ്ത്തി ദേവനെ ബ്രഹ്മമായി. എന്തു വരം വേണം എന്നു ചോദിക്കവേ ചൊല്ലി ഹിരണ്യൻ മരണം തടുക്കുവാൻ രാത്രി പകൽ താഴെ മോളിൽ അകംപുറം ആയുധം കൊണ്ടോ ഉണങ്ങി നനഞ്ഞതോ പർവ്വതം തീ ജലം വൃക്ഷം സുരർ നരർ ആൺ പെൺ ഇവ കൊണ്ടു മൃത്യു ഭവിച്ചിട. ബ്രഹ്മസൃഷ്ടി കൊണ്ട് പീഡയേൽക്കാതെ ഞാൻ സ്വസ്ഥനായി വാഴണം എക്കാലവും വിധേയം എന്നു കേട്ടു വിധി ഓർമ്മിച്ചു വിഷ്ണുവേ. ചൊല്ലി ഹിരണ്യനോടെല്ലാം തരുന്നു ഞാൻ ലക്ഷവർഷം ചെയ്ത നിന്റെ തപസ്സിനാൽ സദ്ഫലം കൊണ്ടു നീ പാര് ഭരിക്കണം. അപ്പം ഈ പ്രപഞ്ചം മുഴുവൻ നീ ഭരിച്ചോളൂ. 1,00,000 വർഷത്തിൻ്റെ തപസ്സിൻ്റെ ഫലം, അത് കുറേ സുഖമുണ്ട്. അപ്പോൾ അത് സുഖം മുഴുവൻ അനുഭവിച്ചോളൂ. തുഷ്ടൻ 14 ലോക സുഖങ്ങളും ഒറ്റയ്ക്കു തിന്നു കരയിച്ചു അന്യരെ. ധർമ്മം വെടിഞ്ഞു നശിപ്പിച്ചു സ്വസ്ഥത ദേവകളെ നന്നായി ദ്രോഹിച്ചു ഭീകരൻ. അപ്പം നമുക്കൊക്കെ പറ്റുന്നതായിട്ടൊരു അബദ്ധം ഇതാണ്. നമ്മളിപ്പോൾ കുറേ കാലം അധ്വാനിച്ചു, കുറേ എന്തൊക്കെയോ നേടി. ഈ നേടിയത് മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് സുഖിക്കാൻ എടുത്തു വയ്ക്കുക, അന്യർക്ക് കൊടുക്കാതെ കണ്ട്. മാത്രമല്ല സാത്വികരായിട്ടുള്ള ആളുകളെ ദ്രോഹിക്കുകയും കൂടി ചെയ്തു വയ്ക്കുക. എന്നാൽ പിന്നെ ഈ തപസ്സിൻ്റെ ഫലമൊക്കെ നഷ്ടമാവും. അതുതന്നെയാണ് ഹിരണ്യകശിപു കുറച്ച് അധികം സമ്പാദിച്ചു, ചെയ്തത് മുഴുവൻ വിപരീതമായി. അതുകൊണ്ട് പുണ്യം നശിക്കുകയും ചെയ്തു. ദേവകൾ ചെന്നു ഹരിയോടു സങ്കടം ചൊല്ലി അസൂരൻ്റെ പുണ്യം നശിച്ചിടും. പ്രഹ്ലാദനെ ദൈത്യൻ ദ്രോഹിക്കവേ മുതാ എത്തും നരസിംഹമായി ഞാൻ കൊന്നിടും. ഇങ്ങനെ കേട്ടുടൻ സ്വസ്ഥരായി സുരർ വീണ്ടും ഭജനത്തെ ചെയ്തു യഥാവിധി. പ്രഹ്ലാദനെ പിതാദ്രോഹം തുടങ്ങവേ കൊന്നു ഹരി നരസിംഹമായി ദൈത്യനെ. ഇപ്പോൾ ഇവിടെ അശരീരിയായിട്ട് പറഞ്ഞതും കാര്യങ്ങളൊക്കെ, ദേവന്മാരൊക്കെ ഹിരണ്യകശിപുവിൻ്റെ പണിക്കാരായിട്ട്, സേവകരായിട്ട്, ഭൃത്യന്മാരായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അവർക്ക് തപസ് ചെയ്യാനൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. എന്ത് പണി നടക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനെ സ്മരിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് ഭഗവാൻ കേട്ടു, അശരീരിയായിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ വന്നിട്ട് അദ്ദേഹം ഭക്തനാണ്, ഈ മകൻ ഭക്തനാണ് പ്രഹ്ലാദൻ. അദ്ദേഹത്തിനെ ദ്രോഹിക്കുന്ന സമയത്ത് ഞാൻ അവതാരം സ്വീകരിച്ച് വധിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളുടെ വാക്ക് ഭഗവാൻ കേൾക്കണമല്ലോ എന്ന് കണക്കാക്കിക്കൊണ്ട് പിന്നെ ശിഷ്ടകാലം ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഹിരണ്യകശിപുവിന് വേണ്ടിയിട്ട് ജോലി ചെയ്തു. ഹിരണ്യകശിപു ആകുന്ന അതിലും ഒരു ജീവനുണ്ടല്ലോ, ആ ജീവൻ സ്വതേ ജയനാണ്, ഭഗവാന്റെ പാർഷദനാണ്. അപ്പോൾ അവിടെ ഒരു ഈ ഭഗവത്വമുണ്ട്. ആ ഭഗവാൻ ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സേവനം മുഴുവൻ ചെയ്തത്. അപ്പോൾ ഈ ഹിരണ്യകശിപുവിന് ചെയ്യുന്നതായിട്ടുള്ള ഈ സേവനം അത് ദൈത്യസേവനാണ്, അസുര സേവനാണ്. എന്നിട്ട് പോലും അത് ഭഗവാൻ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുണ്യം വേഗം ക്ഷയിച്ചു. പിന്നെ ഹിരണ്യകശിപു ചെയ്യുന്നത് മുഴുവൻ മദ്യപാനം ബ്രഹ്മഹത്യാ പാപാണ്, സ്ത്രീലമ്പടത്വം അത് ബ്രഹ്മഹത്യാ പാപാണ്, ഭക്തദ്രോഹം ബ്രഹ്മഹത്യാ പാപാണ്, പ്രപഞ്ചത്തിൽ വെള്ളം നശിപ്പിക്കുക, ഭൂമി നശിപ്പിക്കുക, മരം വെട്ടുക, ഇതൊക്കെ ബ്രഹ്മഹത്യാ പാപ. അപ്പോൾ പുണ്യം വേഗം നശിച്ചു. പ്രഹ്ലാദൻ ഉണ്ടായി, ആ ഭക്തനെ ദ്രോഹിച്ചപ്പോൾ സഹിക്കാൻ പറ്റിയില്ല, അവന് ഭഗവാന്റെ വാക്കുമല്ലേ, അപ്പോൾ വേഗം കഴിഞ്ഞു. അപ്പോൾ നരസിംഹമായിട്ട് ആ ഹിരണ്യകശിപുവിനെ വധിക്കുകയും ചെയ്തു. സിംഹത്തലയും നരദേഹവും അതിഭീകരം രൂപം, കൈകാലും നഖങ്ങളും വട്ടമുഖം ജടാകണ്ഠം വലുതുമായി കോടി സൂര്യപ്രഭയൊത്തു നരഹരി. ശക്തിയുള്ള നഖം അപ്പോഴേ ദംഷ്ട്രയും ആയുധം, ശക്തിയുള്ള നഖം ദംഷ്ട്രയും ആയുധം. വിശ്വന്റെ തേജസ് പ്രളയാഗ്നി തുല്യനായി ദൈത്യവധത്തിനായി പ്രത്യക്ഷനായി ഹരി. ദൈത്യരെത്തി യുദ്ധം ചെയ്തു മരിക്കുവാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ചത്തു ദൈത്യർ കുറെ അപ്പോളോതി സുതൻ. അച്ഛാ നരസിംഹം വിഷ്ണു തന്നെ ദൃഢം. ആശ്രയിച്ചാൽ ജീവൻ ദാനമേകം ഹരി. പൂജിച്ച് അനുഗ്രഹം നേടാം നമുക്കുടൻ. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ ഈ വന്നതേ ഭഗവാൻ വിഷ്ണുവാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഭഗവാനെ ഭജിക്കാം. അച്ഛൻ ചെയ്ത തെറ്റുകളൊക്കെ വിഷ്ണു ക്ഷമിച്ചോളും. അച്ഛൻ ജീവൻ ദാനം തരും, ശിഷ്ടായുസ് ദാനം തരും. നമുക്ക് ഭജിച്ചുകൊണ്ട്
മഹാവിഷ്ണുവിലേക്ക് എത്താം എന്ന് പറഞ്ഞു. അത് ഇഷ്ടായില്ല. ഇങ്ങനെ കേട്ട് അതിക്രുദ്ധനായി നൃപൻ ആജ്ഞ നൽകി യുദ്ധം ചെയ്യാൻ ഭടരോടായി. സിംഹത്തെ കെട്ടണം കൊല്ലണം എന്നൊക്കെ കൽപ്പന കേട്ടെത്തി പോരാടി ദൈത്യരും. തീയിൽ ഇയ്യാമ്പാറ്റ പോലെ മരിച്ചവർ. അപ്പോൾ ഹിരണ്യൻ എതിരിട്ടു വിഷ്ണുവേ. ബാക്കിയുള്ളോർ ദിവ്യ ശസ്ത്രവും കുന്തവും തോട്ടി വടി വേലുമേന്തി വന്നു തഥാ. വാളുകൊണ്ടേറെ ശ്രമിച്ചു ഹിരണ്യനും. വാളുപോയി ദ്വന്ദ്വയുദ്ധം ചെയ്തു ഭീകരൻ. തോൽപ്പിച്ചു ദൈത്യനെ കൈയടക്കി ഹരി. ഊരുക്കളിൽ വെച്ചു വാതിൽ പടിയിലായി. കൂർത്ത നഖങ്ങളാൽ മാറുകീറി ഹരി. തിന്നു ഹൃദയം കുടിച്ചു രക്തം മുത. ഹാരമാക്കി കുടൽമാല ജഗൽപ്രഭു. ഭക്തന്റെ ജീവനു മുക്തി നൽകി ജവാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ മഹാദേവനിൽ നിന്നും എന്തൊക്കെയാണോ കിട്ടിയത് അത്, ബ്രഹ്മാവിൽ നിന്നും എന്തൊക്കെയാണോ വരമായിട്ട് കിട്ടിയത് അത്. ഈ ഭക്തൻ എന്ന നിലയ്ക്ക് ജയൻ ഭഗവാന്റെ പാർഷദനാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വിരോധഭക്തിയോട് കൂടിയിട്ട് എന്നെ ഭജിച്ചോളൂ, 3 ജന്മം ഉണ്ടെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ജന്മമാണ്. അപ്പോൾ ആ ഭക്തനെ തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ, അപ്പോൾ ഇതെല്ലാം സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നരഹരി രൂപമായിട്ട് വന്നതും, അതേപോലെ ആയുധമില്ലാതെ കണ്ട് ഈ നഖങ്ങളെ കൊണ്ട് കൊന്നതും, പിന്നെ ആ ഉമ്മർപ്പടിയിൽ സന്ധ്യാസമയത്ത് തൻ്റെ തൃത്തുടയിൽ മടിയിൽ വെച്ചിട്ടാണ് വധിച്ചത്. അപ്പോൾ രാത്രിയല്ല പകലല്ല, അതേപോലെ നനഞ്ഞതുകൊണ്ടല്ല ഉണങ്ങിയതുകൊണ്ടല്ല, നഖം അങ്ങനെയാണ്. പിന്നെ ആയുധം കൊണ്ടല്ല, ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയല്ല. അങ്ങനെ എല്ലാ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് ആ ഹിരണ്യകശിപുവിനെ മുക്തനാക്കി കൊടുത്തു. പ്രഹ്ലാദനെത്തി സ്തുതിച്ചു നമിച്ചുടൻ ദേവകളൊക്കെയും വാഴ്ത്തി വിഭുവിനെ. പ്രഹ്ലാദനെ ദൈത്യരാട്ടാക്കി ശ്രീഹരി. സർവർക്കുമേകി സുഖം ശാന്തി സുസ്ഥിരം. ഇങ്ങനെ കേട്ടപ്പോൾ ചൊല്ലി വ്യാസൻ തഥാ. ദൈത്യതൻ മുക്തി കഥ കേട്ടു ധന്യനായി. അന്ധകൻ എങ്ങനെ രുദ്രഗണങ്ങളിൽ മുഖ്യനായി. താമസൻ ചൊല്ലണേ മാമുനേ. ഇപ്പം ഈ ഹിരണ്യാക്ഷൻ വളർത്തിയതായിട്ടുള്ള ഈ അന്ധകൻ എങ്ങനെയാ ശിവപാർഷദനായിട്ട് മാറിയത്, ആ കഥ വിസ്തരിച്ച് പറയുക. അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഇപ്പോൾ ഹിരണ്യകശിപു വധം പറഞ്ഞത്. അപ്പോൾ പറയാണ്, വ്യാസനോടിങ്ങനെ ചൊല്ലി സനാതനൻ. കശ്യപപുത്രൻ ഹിരണ്യാക്ഷസൂനുവാം. അന്ധകൻ സോദരരൊത്തു കളിക്കവേ ചൊല്ലി അവർ നിന്റെ താതൻ മഹാഖലൻ. രുദ്രഭക്തൻ വിഡ്ഢി തന്നെ പരസുതൻ. അന്ധനാം നിന്നെ എടുത്തു വളർത്തിയോൻ. രാജ്യം ഭരിക്കാൻ അനർഹൻ നീ എപ്പോഴും. അച്ഛൻ്റെ കൃച്ഛ്ര തപസ് മഹാനഷ്ടമായി. നിന്നെ പോലുള്ള വിരൂപനെ പുത്രനായി. രുദ്രസുതനെ വരമായി വരിച്ചതും. ആസുരഭാവത്തെ പോലും മറക്കയാൽ രാജ്യം ഭരിച്ചിടും ഞങ്ങൾ സുനിശ്ചയം. ഇങ്ങനെ കേട്ടപ്പോൾ ദുഃഖിച്ചു അന്ധകൻ. രാത്രിയിൽ ഒറ്റയ്ക്കു കാട്ടിലെത്തി ദ്രുതം. 1000 കൊല്ലം തപസ് ചെയ്തു ബ്രഹ്മനെ. അഗ്നിയിൽ ചാടാൻ ഉറച്ചു സുദുഃഖിതൻ. അപ്പോൾ തടുത്തു വിധി ചൊല്ലി ദാനവ. ഏറെ മെലിഞ്ഞു നീ കൃച്ഛ്ര തപസ്സിനാൽ. എന്തു വരം വേണം തുഷ്ടനായി വന്നു ഞാൻ. ആർക്കും ലഭിക്കാത്ത നേട്ടം വരിക്ക നീ. അന്ധകൻ ചിന്തിച്ചു ചൊല്ലി മഹാപ്രഭോ. എന്നെ വഞ്ചിച്ചവർ എൻ ഭൃത്യരാവണം. ദിവ്യദൃഷ്ടി തരൂ സ്വർഗം ഭരിക്കുവാൻ. ദേവദൈത്യ നരർ കൊല്ലാതിരിക്കണം. ഇങ്ങനെ കേട്ടപ്പോൾ ചിന്തിതനായി വിധി ചൊല്ലി വരം തരാം രുദ്രസ്മരണയാൽ. ജാതനു മൃത്യുവുണ്ട് അതിൻ കാരണം. നീ തന്നെ കണ്ടെത്തു കാലനെ ഓർത്തു നീ. ഇവിടെ അന്ധകൻ കണ്ണ് കാണണം എന്നല്ല പറഞ്ഞത്, അന്ധചക്ഷുസിലൂടെ എല്ലാം എനിക്ക് മനസ്സിലാവണം. അപ്പോൾ പ്രകൃത്യ അന്ധനാണ്, പക്ഷേ കണ്ണ് കാണുന്ന ആളേക്കാൾ കൂടുതൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഭാവത്തിലാണ് വരം വാങ്ങിയത്. രുദ്രൻ്റെ വീര്യാണ്, ബ്രഹ്മാവിൻ്റെ വരമുണ്ട്. എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഈ കണ്ണുകൊണ്ട് മുഴുവൻ കാണാൻ സാധിക്കും. അപ്പോൾ ത്രികാലജ്ഞത്വ ഭാവമാണ്. ഭൂത വർത്തമാനം ഭാവി മുഴുവൻ അറിയും. അങ്ങനെ ഒരു രൂപത്തിലെത്തിത്തീർന്നു. അപ്പോൾ പിന്നെ ജയിക്കാൻ എന്താ പണി? അന്ധകൻ അപ്പോൾ നമിച്ചോതി ഇങ്ങനെ. ലോകമാതാ എൻ്റെ അമ്മയായി തീരണം. ദുർബുദ്ധി ഞാൻ അമ്മയെ കാമിക്കുകിൽ പ്രഭോ. മൃത്യു ഭവിക്കട്ടെ രുദ്രനാൽ അപ്പോഴേ. അതാണ് അവിടെ സാത്വിക ഭാവം അറിയാതെ കണ്ട് വന്നുപോയി. തപസ്സിൻ്റെ ഫലമാണ്. പാർവതി ദേവി എൻ്റെ മാതാവാവട്ടെ. എപ്പോഴാണോ എനിക്ക് പാർവതി ദേവി സ്ത്രീ ആയിട്ട് കാണാൻ തോന്നുന്നത്, അപ്പോൾ എനിക്കൊരു കാമാണല്ലോ ഉണ്ടാവുക. ആ കാമം സംഭവിക്കുമ്പോൾ അപ്പോൾ എനിക്ക് മൃത്യു ഭവിക്കണം.
ബ്രഹ്മാവ് പോലും സന്തോഷിച്ചു ഈ വരം കേട്ട്. ഇങ്ങനെ ഒരു വരം ചോദിച്ചു കഴിഞ്ഞപ്പോഴേ, എപ്പോഴാണ് അപ്പോൾ നമുക്കൊക്കെ കാമം എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. കാമത്തിന് കണ്ടുകൂടാ. ഏത് സ്ത്രീയാണ് കാമിക്കേണ്ടത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാമങ്ങളൊക്കെ ഉണ്ടേ. വ്യാസൻ കാമിച്ചുകൊണ്ടല്ല ചെയ്തത്. എന്നിട്ട് പോലും സഹോദരൻ്റെ ഭാര്യമാരിലുണ്ടാക്കിയ പുത്രന്മാരെ, അതൊരു വലിയ പാപായി. വ്യാസനെ ബാധിച്ചില്ലെങ്കിലും ലോകത്തെ മുഴുവൻ ബാധിച്ചു. ഭൂഭാരം മുഴുവൻ തീർത്തു ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അതാണ് ഈ വൃകാസുരൻ ഗൗരി ഹരണ ലാലസ പാർവതീദേവിയെ ഒന്ന് കാമിച്ചു. അപ്പം എന്തുണ്ടായി? സ്വന്തം കൈ കൊണ്ട് സ്വന്തം ശിരസിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ ആ ശരീരം കത്തി ജ്വലിച്ചു പോയി, ഭസ്മായി. അപ്പം ഇങ്ങനെയാണ്, അരുതാത്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാവണൻ സീതയെ കട്ടു. അതോട് കൂടിയിട്ട് ശ്രീരാമനാൽ സർവനാശം സംഭവിച്ചു. രാവണൻ മാത്രമല്ല, ഈ രാക്ഷസ വംശം മുഴുവൻ നശിച്ചു. രാവണൻ്റെ മക്കളും അനിയനും കുംഭകർണനും ഒക്കെ പോയില്ല, എല്ലാവരും പോയി. അപ്പോൾ ഈ വരം ചോദിച്ചപ്പോൾ വലിയ സന്തോഷമായി. എന്നു കേട്ടു വിധി അത്ഭുതപ്പെട്ടുപോയി, ഓർത്തു ശിവനെ ശിവാജ്ഞയോതി വിധി, അന്ധക നിന്നുടെ കാമം നടന്നിടും എന്നോതി സർവ വരവുമേകി വിധി. എത്രത്തോളമാണോ ഈ ഭക്തന്മാരെ ദ്രോഹിക്കുന്നത്, ആ ദ്രോഹത്തിൻ്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോഴാണ് ഈ പാർവതി ദേവിയെ അമ്മയായിട്ട് അതുവരെ കണ്ടത് വെച്ചാലും തനിക്ക് പത്നിയാവണം എന്നുള്ള കാമം ഉണ്ടായത്. അപ്പോൾ അതിനുള്ള വാസവം നടന്നു. ബ്രഹ്മവരത്തിനാൽ നേടി ദൃഢതനു അന്ധകൻ കാൽക്കൽ നമിച്ചോതിഭക്തനായി, എന്നുടെ ഇച്ഛ അറിഞ്ഞ വിധേ ഭവാൻ തന്നുവല്ലോ കാഴ്ച സുന്ദര ദേഹവും. ബ്രഹ്മാവ് പോയപ്പോൾ അന്ധകദാനവൻ പ്രഹ്ലാദനെ കണ്ടു നേടി രാജ്യമുടൻ, സേവകരായി സർവദുഷ്ടരും ദൈത്യന് സ്വർഗം പിടിക്കാനായി ചെന്നു ബലോദ്ധതൻ. ഇപ്പം നോക്കണേ, പ്രഹ്ലാദൻ സാത്വികനാ. പ്രഹ്ലാദനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഇതാ വരം നേടി വന്നിരിക്കുകയാണ്, എനിക്ക് രാജ്യം ഭരിക്കാൻ തരണം. പ്രഹ്ലാദൻ അത് കൊടുത്തു. കാരണം ഒട്ടും താല്പര്യമില്ല ഭരിക്കണം എന്നുള്ളത്. പക്ഷേ പിന്നെ കൂടെ വന്നത് മുഴുവൻ ദുഷ്ടന്മാരാ. അതുകൊണ്ട് എന്തായി? അന്ധകൻ ദുഷ്ടനായിട്ട് മാറി. കുറച്ചൊരു സാത്വിക ഭാവം വന്നതാട്ടോ, പക്ഷെ അത് മുഴുവൻ പില്ലാണ്ടേ. പിന്നെയോ, യുദ്ധത്തിൽ തോൽപ്പിച്ചു വീരരെയൊക്കെയും രാക്ഷസ യക്ഷ നര മൃഗ ശ്രേഷ്ഠരെ, പർവ്വതം വൃക്ഷം നദി തൊട്ട സർവ്വതും അന്ധക വീര്യത്തിൽ ഭൃത്യഭാവത്തിലായി. നോക്കണേ, എല്ലാവരും ഈ അന്ധകന് കീഴിലായി തീർന്നു. ഈ കൂട്ടുകെട്ട് നന്നായിരുന്നുവെങ്കിൽ പ്രഹ്ലാദനെ പോലെ തന്നെ ആവായിരുന്നു. രുദ്രവീര്യാണ്. ഈ 7 ലോകവും സ്വന്തമാക്കി ഖലൻ, സുന്ദരിമാരെ വശത്താക്കി കശ്മലൻ, പെണ്ണുങ്ങളെ കൂട്ടി ചുറ്റി നടന്നവൻ, കൂട്ടുകാർ ദുഷ്ടർ അഹങ്കാരമത്തരം, പുണ്യക്ഷയം വന്നു ജ്ഞാനവും നഷ്ടമായി, ചെയ്തു കൂട്ടി പല വിപ്രഹത്യാദികൾ, ദേവപൂജ ഹോമദാനാദി ഒന്നുമേ ചെയ്യാതെ കാലം കുറേയേറെ നഷ്ടമായി. അപ്പോൾ പുണ്യം മുഴുവനും നശിച്ചു. സാത്വികമൊന്നും ചെയ്യൂല, ഈ ദ്രോഹം മുഴുവൻ ചെയ്യും. അപ്പോൾ പിന്നെ സ്ത്രീലംപെടുത്തും. സാത്വിക കർമ്മം വിലക്കി കുബുദ്ധിയാൽ, വേദം ഗുരു വിപ്രനിന്ദിതരായി സദാ, ആയുസ്സു തീരാറായി പുണ്യവും നഷ്ടമായി, അക്കാലം കണ്ടു വിധിവശാൽ ഗൗരിയെ. ആ സമയത്താണ് ഇത് കണ്ടത്. അമ്മയെ കൊണ്ട് കണ്ടു, പാർവതിയെ കണ്ടു. മന്ത്രിമാർ 3 പേർ ഹസ്തി തൊട്ടുള്ളവർ കണ്ടു തരുണിയെ കൈലാസഭൂവിലായി, അന്ധകനോടോതി സുന്ദരിയെ ഭവാൻ, വേൾക്കണം സ്ത്രീരത്ന സ്വന്തമായി ഇടണം, കണ്ടു ഗുഹയിൽ ഒരു മുനി താപസൻ, ചന്ദ്രകലാധരൻ കേമൻ ത്രിനേത്രനെ, ആനത്തോൽ വസ്ത്രം പുലിത്തോൽ ധരിച്ചത, കണ്ണുമടച്ചങ്ങിരിപ്പുണ്ടരികിലായി, നാഗഹാരം തലയോട്ടിമാല ജടാജൂടൻ ത്രിശൂലം ധനു ശരമേന്തിയും, 4 കയ്യിൽ പാത്രം അക്ഷസൂത്രം തഥാ ഢക്കയും മാനും വടി യജ്ഞസൂത്രവും, ശുഭ്രദേഹം ഭസ്മം പൂശി തപസ്വിയായി, ധ്യാനിക്കു കാവൽ കപിയും വൃഷഭവും, ചാരത്തു കണ്ട തരുണിയാം ഗൗരിയും, സുന്ദരി ശ്രേഷ്ഠ കുലീനയാം മാനിനി, ഏറ്റം അലങ്കൃത വസ്ത്രപണ്ഡങ്ങളാൽ, ആനനം സുന്ദരം ശ്രേഷ്ഠം ചലനവും, ഒന്നു കണ്ടാൽ കണ്ണെടുക്കില്ല ഭൂപതേ, മറ്റുള്ളവ പിന്നെ നോക്കില്ല പൂരുഷൻ. ഉണ്ട് ഇവിടെ സകല രത്നങ്ങളും, സ്ത്രീരത്നം പൂർണ്ണതയ്ക്കുത്തമം സർവഥാ, ഇങ്ങനെ മോഹത്തിലാഴ്ത്തി അസൂരനെ, കാമമുണർന്നു വിറച്ചുപോയി അന്ധകൻ. നോക്കണേ, ശിവനെയും പാർവതിയാണ് കണ്ടത്. ശിവൻ്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം, അത് മുനി ആണ്, ശിവയോഗിയായിട്ടുള്ള മുനിയായിട്ടിരിക്കുക.
അപ്പോൾ അടുത്ത് പാർവതിയുണ്ട്. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ. അപ്പോൾ ശ്രീപാർവതി തപസ്സിന് ഈ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക, സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കണ്ടത്. സ്ത്രീ രത്നമാണ്, സൗന്ദര്യമുണ്ട്, അപ്പം അതുകൊണ്ട് ആ സുന്ദരിയെ കൂടി കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണ്ടേ വരം. പാർവതിയെ എനിക്ക് ഇപ്രകാരത്തിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പം മരണം സംഭവിക്കുന്നുള്ളത് ഓർമ്മ വരണ്ടേ? വിനാശകാല വിപരീത ബുദ്ധിയാണ്, അത് തോന്നിയില്ല. അപ്പം ഈ ദുഷ്ടന്മാരൊക്കെ കൂടിയിട്ട് ഈ പ്രേരണ കൊടുത്തു. അന്ധകൻ ദൂതനായി വിട്ടു സുമന്ത്രരെ, സന്ദേശം കേൾപ്പിച്ചു രുദ്രനെ ഭീകരൻ. കാമത്തെ കേട്ടോതി ശങ്കരൻ ഈശ്വരൻ, ദൈത്യപതേ നിന്റെ ബുദ്ധി മറഞ്ഞുവോ. നിന്ദിച്ചു ചൊല്ലി യമ പേടി വിട്ടുവോ. ക്രൂരൻ കൃതഘ്നൻ മഹാപാപി മൂഢനായി, ഞാൻ എൻ്റെ ഈ മതം കൊണ്ടു നശിക്കണോ. ദേഹം പ്രപഞ്ചം നശിക്കില്ലേ കശ്മല. ഭാഗ്യം മറഞ്ഞുപോയി സൈന്യം നിരർത്ഥകം. എന്നോട് യുദ്ധത്തിനുണ്ടെങ്കിൽ ചെയ്തിടാം. നിന്നുടെ പൂമേനി എന്നുടെ ആയുധം. കത്തിക്കും നിശ്ചയം ചാവും നീ മൂർഖനായി. ഇങ്ങനെ മന്ത്രിമാർ രുദ്രന്റെ വാക്കിനെ കേൾപ്പിക്കവേ ക്രുദ്ധൻ അന്ധകൻ മോഹിതൻ. പാർവതി ദേവിയെ കെട്ടാൻ കൊതിച്ചവൻ സൈന്യവും ഒത്തെത്തി കൈലാസം തന്നിലായി. നന്ദിയോടേറ്റു വൻ യുദ്ധം ഭയങ്കരം ചെയ്തപ്പോൾ യുദ്ധക്കളം ശവക്കൂനയായി. രക്തം തല മാംസം കണ്ടാൽ ഭയന്നു പോം. എന്നിട്ടും പോരാടി ദേവകളോടവൻ. ശങ്കരൻ ഗൗരിയോടോതി സുസാന്ത്വനം. പാശുപതവ്രതം പാതിവ്രത്യം തവ. എന്നുടെ ആയുധം കൊണ്ടവൻ ചത്തിടും. എങ്കിലും ശക്തി ഞാൻ നേടാം തപസ്സിനാൽ. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ മഹാദേവന് വധിക്കാം, പക്ഷെ അത് പോരാ. നിന്നുടെ പാതിവ്രത്യം കൂടി എനിക്ക് വേണം എന്ന് ശ്രീപാർവതിയോട് പറഞ്ഞു. ഞാൻ കുറച്ച് തപസ് ചെയ്യട്ടെ, എന്നിട്ട് ശക്തി പ്രാപിച്ചിട്ടാവാം എൻ്റെ പുത്രനെ തന്നെ ഞാൻ കൊല്ലണ്ടേ. ആത്മാവായി പുത്ര, ഞാൻ തന്നെയാണ് എൻ്റെ പുത്രനെ. അപ്പം ഞാൻ എന്നെ കൊല്ലണ്ടേ. അപ്പം അതിന് കുറച്ചൊരു തപസ്, മനസ്സിനൊരു ധൈര്യം ഉണ്ടാവണ്ടേ എന്നാണ്. അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പാടില്ലല്ലോ, മകനെ കൊല്ലാൻ പാടില്ലല്ലോ, അതാണ്. പക്ഷേ ശിവന്റെ കൈ കൊണ്ടാണ് ഇനി, വേറെ മാർഗമില്ല. എന്നോരി ശങ്കരൻ പോയി വൻ കാട്ടിലായി. ചെയ്തു മഹാതപം പാശുപതവ്രതം. ദേവാസുര ശക്തിക്ക് അപ്രാപ്യമാം തപം ചെയ്യവേ മന്ദിരം തന്നിലെത്തി ശിവ. ഭൂതഗണങ്ങളാൽ രക്ഷിതയെങ്കിലും പേടിച്ചു പാർവതി ഏകയെന്നോർക്കയാൽ. നാട്യമാണെങ്കിലും ദുഃഖിച്ചു സർവരും. അപ്പോഴേക്കും കാമി അന്ധകൻ വന്നിഹ. ഭൂതഗണം ജലം പാനം ചെയ്യാതെയും ചെയ്തു യുദ്ധം ദിനം 500-ൽ കൂടുതൽ. നന്ദിതൻ ദേഹം മുറിപ്പെട്ടു ദൈത്യനാൽ. ബോധം പോയി താനേ അടഞ്ഞു ഗുഹാമുഖം. ദേവകളെ ദൈത്യർ മൂടി ശരത്തിനാൽ. ഓർത്തു വിധിയെ ഹരിയെയും പാർവതി. സപ്തമാതൃക്കളും മറ്റു മാതാക്കളും സിദ്ധയക്ഷന്മാർ തൊട്ട് സർവരുമെത്തവേ. ശങ്കരനും വന്നു സംഘമായി ദൈത്യരെ നേരിടാൻ. അന്ധക മൃത്യു നടത്തുവാൻ ശുക്രഗുരു മൃത സഞ്ജീവനികളാൽ ജീവിപ്പിച്ചു ചത്ത ദൈത്യരെയൊക്കെയും. ഇവിടെ ആ ഒരു രംഗം, ഈ എല്ലാവരും കൂടിയിട്ട് വരുന്നത്, അനവധി ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ലേശാധികം പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് ചുരുക്കി ഞാൻ. ഏതായാലും എല്ലാ ദേവീദേവന്മാരും അവിടെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് പറയണം. മഹാദേവൻ അവിടെ ഇല്ല, ആ സമയത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുക. ശുക്രനെ രുദ്രൻ വിഴുങ്ങിയപ്പോൾ ഖലർ തോറ്റുപോയി ക്ഷീണിച്ചു. എങ്കിലും അന്ധകൻ ഏറെ വരബലമുണ്ടാകയാൽ സദാ വീരോടെ ചെയ്തു മഹായുദ്ധം ഭീകരൻ. രുദ്രനെ പോൽ ബുദ്ധിയുണ്ടെങ്കിലും മതം കൊണ്ട് വിവേകം നശിച്ചു വിധിവശാൽ. ആയുധമേറ്റു മുറിഞ്ഞുള്ള ചോരയിൽ 1000 ഉണ്ടായി അന്ധകന്മാർ തഥാ. അപ്പം ഈ വരബലുണ്ട്. അന്ധകനെ എപ്പോഴാണോ ആക്രമിക്കുന്നത് അപ്പോഴൊക്കെ അന്ധകൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ചോരയിൽ നിന്ന് ഓരോ അന്ധകന്മാരുണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു തുള്ളിക്ക് ഒരാൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ യുദ്ധക്കളം മുഴുവൻ നിറഞ്ഞു. അന്ധകന്മാരെ കൊണ്ട് ഒന്നും കാണാനിടേ. മായയാൽ സൃഷ്ടിച്ച അതിഭീകരർ അന്ധകർ. മായയാൽ സൃഷ്ടിച്ച ഭീകരർ അന്ധകർ. ഏറെ വിരൂപർ മഹാക്രൂരർ തുല്യരാൽ. വീണ്ടും അനവധിയുണ്ടായി അന്ധകർ. രുദ്രനോടേറ്റു നിറഞ്ഞ് യുദ്ധക്കളം. അപ്പോഴേക്കും രുദ്രൻ തപസ് മതിയാക്കി വന്നു. എന്നിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ശംഭുവിൻ കാതിൽ നിന്നുണ്ടായി ഹരിയുടെ കാളിസ്വരൂപിണി സംഹാരിണി ശിവ. വിഷ്ണുവാം കാളി അജയ സ്വനാവുടൻ നീട്ടി മുഖം പാനം ചെയ്തു രക്തം മുത. അപ്പോൾ മഹാദേവൻ്റെ ഒരു ആഗ്രഹം, മഹാദേവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ വിഷ്ണു മഹാദേവൻ്റെ കാതിൽ നിന്ന് പുറത്തേക്ക് വന്നു. കാളിയുടെ രൂപത്തിൽ, സ്ത്രീ രൂപത്തിലാണ് വന്ന്. മഹാദേവൻ്റെ പുത്രി എന്നുള്ള നിലയ്ക്കാണ് ശിവൻ്റെ കാതിൽ നിന്ന്, ചെവിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പം മഹാദേവൻ്റെ ആജ്ഞ കിട്ടി, ഈ പുറത്തേക്ക് വരുന്നതായിട്ട് രക്തം മാംസം ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് പതിക്കരുത് എന്ന്.
അപ്പോൾ ആ വിഷ്ണു ആകുന്ന ആ കാളി തൻ്റെ നാവ് അങ്ങോട്ട് നീട്ടി. എന്നിട്ട് ഈ ദാരികവധം, രക്തബീജവധം ഒക്കെ ചെയ്യണില്ലേ, അതേപോലെ തന്നെ ഈ അന്ധകൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള ചോര മുഴുവന്, മാംസം മുഴുവന് ഈ കാളിയാകുന്ന വിഷ്ണു സ്വീകരിച്ചു. അത് മുഴുവൻ നാവുകൊണ്ട് നക്കി അകത്തേക്കാക്കി. നരസിംഹം അങ്ങനെയാണല്ലോ. അതേപോലെയാണ്. ദേവകൾ അപ്പോൾ സ്തുതിച്ചു വൈകുണ്ഠനെ. അപ്പോൾ ഹരി സർവ അന്ധകരക്തവും മാംസവും തിന്നു ജനിക്കാതായി അന്ധകർ. എന്നിട്ടും അന്ധകൻ ചെയ്തു പോർ ഭീകരം. കാരണം ഈ പാർവതിയെ കിട്ടാൻ വേണ്ടിയിട്ടാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നേ. ഇനി തനിക്ക് മരണമാണെന്ന് ബോധം വരണില്ല. എന്താ ചെയ്യുക? കൈകാൽ നഖം തല ആയുധം സർവവും രുദ്രനു നേരെ പ്രയോഗിച്ചു രാക്ഷസൻ. രുദ്രൻ തൃശൂലത്താൽ ഭേദിച്ചു മാറിടം. വീണുപോയി ദൈത്യൻ മറഞ്ഞു ബോധമുടൻ. അന്ധകദേഹം തലയ്ക്കുമീതേ ശിവൻ നന്നായി ചുഴറ്റി തല കീഴായി തൂക്കിയും വട്ടം കറക്കി ഉണങ്ങിപ്പോയി അന്ധകൻ. അപ്പോൾ മഴ പെയ്തു സുന്ദരനായി ഖലൻ. അതാണ് ഈ അന്ധകൻ്റെ ശരീരം ശൂലത്തിൽ അങ്ങോട്ട് കോർത്തിട്ട് അങ്ങോട്ട് പൊക്കി. മഹാദേവൻ അങ്ങോട്ട് പൊന്തിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി ആ ശരീരം ഇങ്ങനെ ശൂലത്തിൻ്റെ മുകളിൽ നിൽക്കുക. ആ ശൂലം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞപ്പോൾ അന്ധകൻ ഇങ്ങനെ തിരിഞ്ഞ വലിയ ശരീരമാണേ. ചെറിയ ശരീരമല്ല, ഒരു കുട പോലെ ഇങ്ങനെ തിരിയാൻ തുടങ്ങി. ഇതർത്ഥം കറുത്ത വിരൂപനായിട്ടുള്ള അതിഭീകരനായിട്ടുള്ള ഒരു പർവ്വതം ഇങ്ങനെ കടന്ന് തിരിയുക എന്ന് തോന്നും. അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ കാറ്റ് വന്നാൽ എന്താ ഉണ്ടാവുക? ശരീരം ഉണങ്ങും. അതിൽ ഒന്നുമില്ല, ഇനി ബാക്കി രക്തം മുഴുവൻ പോയി. അപ്പോൾ എല്ലാം തൊലി അതങ്ങോട്ട് ഉണങ്ങി ഒരു കുട പോലെ ഈ നർത്ഥം. ആ സമയത്ത് മഴ പെയ്തു. അതൊക്കെ ഭഗവാന്റെ ലീലയാണ്, മഹാദേവൻ്റെ ലീലയാണ്. അതോട് കൂടിയിട്ട് ആ അന്ധകൻ്റെ ശരീരം എന്തായി? ദിവ്യരൂപമായി, ദേവത്വത്തെ കിട്ടി എന്ന് സാരം. അപ്പോൾ ബോധം പോയുള്ള സമയത്ത് ജീവിച്ചു, വീണ്ടും ദേവനായിട്ട് മാറി. ശിവാംശമാണ്. അപ്പോൾ ശിവാംശമായതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? മറ്റൊരു ശിവനായിക്കൊണ്ട്, രുദ്രതുല്യനായിക്കൊണ്ട്, വീരഭദ്രൻ അങ്ങനെയുള്ളൂ, ശിവതുല്യനാണ് എന്ന കൂട്ടത്തിലൊരു ഭാവമായിട്ട് മാറി. നന്ദി അങ്ങനെ ഒരു ഭാവമാണ്. അതിസുന്ദരനായിട്ടുള്ള ശിവപാർഷദനായിട്ട് മാറി. അന്ധകൻ ചാവാതെ ബോധം ലഭിക്കവേ, അതാണ് അന്ധകൻ മരിച്ചില്ല, മരിക്കുന്നതിന് പകരം ബോധം മാറുകയാണ് ഉണ്ടായത് അനുസാരം. അതുകൊണ്ടാണ് അന്ധകൻ മരിക്കാതെ കണ്ട് മുക്തി നേടിയെന്ന് പറയാനുള്ള കാരണം. അന്ധകൻ ചാവാതെ ബോധം ലഭിക്കവേ കണ്ടു ശിവനെ സ്തുതിച്ചു വിനീതനായി. കാരുണ്യമൂർത്തി ക്ഷമിച്ചേകി സ്വസ്ഥത ഭൂത ഗണാധ്യക്ഷ സ്ഥാനത്തിരുത്തിനാൻ. അപ്പോൾ ആ ഗണങ്ങളുടെ 66 കോടി ഗണങ്ങളുണ്ട്. ഈ 66 ഗണം അതിപ്പോൾ ഏതൊക്കെയാണെന്ന് മുഴുവൻ പറയാൻ അറിയില്ല. ഇപ്പോൾ ദേവകളെ നമ്മൾ പറയാറുണ്ട്. 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, 8 വസുക്കൾ, പിന്നെ ഇന്ദ്രനും പ്രജാപതി, ഇങ്ങനെ 33 മുക്കോടി എന്ന് പറയാറുണ്ട് ദേവകളെ. പക്ഷേ ഇവിടെ 66 കോടി ഗണങ്ങളുടെ ഗണനാഥത്വം ഇന്ന രീതിയിലാണ് ഓരോരുത്തർ. ഇപ്പോൾ നന്ദി ഒരു ഗണനാഥനാണ്, വീരഭദ്രൻ ഒരു ഗണനാഥനാണ്, എന്ന കൂട്ടത്തിൽ അന്ധകനും ഒരു ഗണനാഥനാണ്. ഇങ്ങനെ ജലന്ധരൻ, അങ്ങനെ പലരും ഇങ്ങനെ ഗണനാഥന്മാരായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഗണനാഥനാക്കി ഈ അന്ധകനെ. അപ്പോഴേക്കും വിധി ഇന്ദ്രൻ സുര ഋഷി ഒക്കെയും നന്നായി സ്തുതിച്ചു മഹേശനെ. സന്തുഷ്ടരായെത്തി സർവരും രുദ്രരും ഗൗരി പാർക്കും ഗുഹ തന്നിലെത്തി ജവാൽ. ഇങ്ങനെ ആ അധ്യായം അവിടെ സമാപിക്കുകയാണ്. അപ്പോൾ അവിടെ സന്തോഷത്തെയാണ് ഉണ്ടാക്കിയത്. ഒരു അന്ധകൻ്റെ മാറ്റം കൊണ്ട് മൃത്യു വന്ന് മറ്റേ മുക്തി നേടുന്ന കൂട്ടത്തിൽ തന്നെയാണ്. മഹാദേവൻ്റെ ശൂലം ശരീരത്തിൽ തറച്ചാൽ പിന്നെ എങ്ങനെയാണ് അത് ജീവിക്കുക? പക്ഷേ എങ്കിലും അവിടെ എന്താ ഉണ്ടായത്? ബോധം മറഞ്ഞു. ഇവിടെ ഈ ശരീരം എവിടെയാണ് നിൽക്കുന്നത്? ആകാശത്ത്, ശിവൻ്റെ ശൂലത്തിൽ. ശിവൻ ശൂലം ഇങ്ങനെ ഉയർത്തി പിടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കുട പോലെ തിരിക്കുക. നമ്മൾ കുട്ടികൾ കുടയൊക്കെ പിടിച്ചിട്ട് കാല് പിടിച്ചിങ്ങനെ തിരിച്ചാൽ കുട ഇങ്ങനെ തിരിയില്ലേ? എന്ന കൂട്ടത്തിൽ അതികറുപ്പ് നിറത്തിലുള്ള ഭീകരരൂപിയായിട്ടുള്ള ഒരു പർവ്വതം ഇങ്ങനെ ചിരിയുടെ കൂട്ടത്തിന് തിരിയുക. അതിൻ്റെ ഒരു ഘട്ടം എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഭാവം മാറിയതും, അസുരഭാവം മാറിയിട്ട് ദേവഭാവമായിട്ട് മാറിയതും, ദിവ്യരൂപം കിട്ടിയതും. എന്നിട്ടാണ് ഈ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഗണത്തിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ എത്തിയത്. അങ്ങനെ എല്ലാവരും ആ സമയത്ത് മഹാദേവനെ സ്തുതിച്ചു. ദേവന്മാർ, ഋഷികൾ എല്ലാവരും സ്തുതിച്ചു എന്ന് പറഞ്ഞ അധ്യായം അവിടെ അവസാനിപ്പിച്ചു. ഇവിടെ സ്തുതിയെ കുറച്ചും കൂടി വിസ്തരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഗ്രന്ഥത്തിൻ്റെ വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ്.
ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. സർവത്ര ശിവനാമകീർത്തനം ഹര ഹര മഹാദേവ. ശ്രീ ഗുരുവായൂരപ്പ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ പറയാം. സർവത്ര ശിവനാമകീർത്തനം ഹര ഹര മഹാദേവ. നമ ശിവായ നമ ശിവായ. ഇത് 83-ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്.